ഞാനും വലുതാവുമ്പോ ഇതുപോലത്തെ ഒരു കഥ എഴുതും. പക്ഷെ എന്റെ പേരാണ് പ്രശ്നം. പിങ്കി രവീന്ദ്രനാഥ്. പട്ടിക കിട്ടുന്ന പോലത്തെ പേരല്ല. ഈ പേര് കണ്ടില്ലേ? ജിജി കലാമന്ത്. കുമ്മായിരിക്കണം. ഞാൻ ഒരു പുതിയ പേര് കണ്ടുപിടിക്കേണ്ടി വരും. ആദിത്യ രവീന്ദ്രനാഥ്. കുഴപ്പമില്ല. മക്കളെ മോളെ, ഞങ്ങളെ ചേച്ചിയെ കൊണ്ട് ആശുപത്രി പോകണം കൈ കാണിക്കാൻ. അപ്പോഴേ ഇവിടെ മുകിൽ ചന്ത് വരും. അപ്പൊ നമ്മുടെ മുകിൽ ചന്ത് വരുമ്പോ അവനെ കൊണ്ട് ഇവിടെ എല്ലാം തൂക്കണം കേട്ടോ, ക്ലീൻ ചെയ്യിപ്പിക്കണം. പിന്നെ ചെടിക്കൊക്കെ വെള്ളം ഒഴിപ്പിക്കണം കേട്ടോ. അവന് ഈ കാശും കൊടുക്കണം. ശരി, നമ്മളവിടുന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ചു. അതെ, നമ്മൾ വരാൻ ലേറ്റ് ആവുകയാണെങ്കിലേ ഈ ഭക്ഷണം എടുത്ത് കഴിച്ചോളാം കേട്ടോ. അതേപോലെ അകത്ത് കയറിയിട്ട് വാതിൽ അടച്ചിട്ട് കുറ്റിയിട്ടിരിക്കണം. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ തുറന്നൊന്നും കൊടുക്കരുത് കേട്ടോ. ശ്രദ്ധിച്ചോളണം. ഓ കിടന്നു ഉറങ്ങുന്ന ചെയ്യല് ബോധമില്ലാതെ. ഇവിടെ ഇരിക്കണ്ട കേട്ടോ. പോയിട്ടെ. അകത്ത് വരി. ഓ അകത്ത് 500 രൂപ. ഇവിടെ മൊത്തം ഞാൻ വൃത്തിയാക്കി. 500 രൂപ എനിക്കെടുക്കാമായിരുന്നു. നോക്കാം. അയ്യോ അയ്യോ. ഒരുപാട് പണിയുണ്ട്. പണിയെടുക്കാൻ വയ്യ എനിക്ക്. അയ്യോ. പുലിപ്പെണ്ണ. കുറച്ചെന്നെ മൊബൈൽ നോക്കാം. അച്ഛനല്ലേ മോളെ? അച്ഛനും എല്ലാരും കൂടെ പുറത്തോട്ട് പോയി. ആ വണ്ടി കൊണ്ടോ? അല്ല, ആ വണ്ടി കൊണ്ടല്ല, ഓട്ടോയിൽ. ഓ, നാട്ടുകാർ രക്ഷപ്പെട്ടു. അല്ല, അച്ഛൻ എപ്പോ വരും മകളെ? അച്ഛൻ എപ്പോ വരും? കുറച്ച് കഴിയുമ്പോ വരുമായിരിക്കും. ആണല്ലേ? അങ്കിള് വീണ്ടും പൈസക്ക് വന്നായിരിക്കും അല്ലയോ? എങ്ങനെ മനസ്സിലായി? ഇങ്ങനെ വേണം കുട്ടികൾ. താങ്ക്സ്. പിന്നെ മക്കളെ, ഡോക്ടറെ കാണിച്ചു. ഹോസ്പിറ്റലിൽ പോയാ? അല്ല, ആശുപത്രി വാതുക്കല്ലേ മക്കളെ. അപ്പൊ പോയപ്പോ ഒന്ന് കാണിച്ചു. ഡോക്ടർ പറഞ്ഞ എന്താന്നറിയാവോ? അങ്കിളിന്റെ ഈ കൈ ഓപ്പറേറ്റ് ചെയ്ത് കമ്പിടണോന്നാ പറഞ്ഞു. ഒത്തിരി പൈസ ചെലവാകും മക്കളെ. ഈ കൈയാ? അതെ അതെ. നേരത്തെ പ്രശ്നം ഈ കൈയിലായിരുന്നു. ഈ കൈക്കും പ്രശ്നം ഉണ്ടായിരുന്നു മക്കളെ. ഞാൻ അപ്പഴീ കൈ കാണിച്ചെന്നല്ലേ ഉള്ളൂ. എല്ലാ സമയവും ഞാൻ എല്ലാ കാര്യവും പറയണമെന്നുണ്ടാ മക്കളെ. എല്ലാ കാര്യത്തിലും ലോജിക്ക് പിടിക്കാൻ മക്കൾ നിൽക്കല്ലേ കേട്ടാ. മക്കളെ കൊച്ചാണ്, വളർന്നു വരുന്നതല്ലേ ഉള്ളൂ. ഇനി റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ നേരത്തെ 300 രൂപ തന്നില്ലായിരുന്നു, അതെന്ത് ചെയ്തു? അയ്യോ, എന്നെ പോലെ ഒരുത്തൻ. ഞാൻ അങ്ങോട്ട് ഇറങ്ങിയേ, വാതുക്കലോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഓടിക്കൊണ്ട് വന്നു പറഞ്ഞു വെള്ളം കുടിക്കാൻ പൈസ ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ ഈ 300 രൂപ കൊടുത്തു. 300 രൂപ വെള്ളം കുടിക്കാൻ കൊടുത്താ? എന്തൊരു കുടിയാണെന്ന് ആർക്കറിയാം. അങ്ങോട്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട് മക്കളെ. മക്കളെ, ഈ കൈ കൊണ്ട് ഇനി എനിക്ക് പണിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്റെ കുടുംബം പട്ടിണിയാവും മക്കളെ. അതല്ലെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ആവും. അച്ഛന്റെ മോള് തന്നെ. എപ്പോ വരും മക്കളെ അച്ഛൻ? എപ്പോ വരും മക്കളെ അച്ഛൻ? കണ്ട, ഭയങ്കര വേദനയാ. അങ്ങോട്ട് ഒരു സാധനം എടുക്കാൻ പറ്റും. കുനിഞ്ഞു പറ്റുന്നില്ലല്ലേ? ഇത് പിടിച്ചോ, കുനിയണ്ട അധികം. എണീറ്റോ. എണീക്കുമ്പോ നമുക്ക് കുറച്ചും കൂടെ മക്കളെ. പിന്നെ അച്ഛൻ വരുമ്പോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം മക്കളെ. പിന്നെന്തെല്ലാം ഞാൻ മനസ്സിലാക്കി കൊടുക്കും. എന്തെങ്കിലുമൊക്കെ കേട്ടാ. ഒട്ടും വയ്യ അങ്കിൾ. അയ്യോ പാവം. അങ്കിളെ, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഞാനും എന്റെ ഭാര്യയും പിന്നെ മോളും മക്കളെ. ഇവിടെ മോളെന്ത് ചെയ്യുന്നു? മോള് ഇപ്പൊ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു. പേരെന്താ? പേര് വീണ. മോള് പഠിക്കുന്നില്ലേ? ഇപ്പം പഠിക്കാൻ പോകുന്നുണ്ടോ? ഞാൻ പഠിക്കാൻ പോകും. എന്താ പഠിക്കുന്ന? +2. +2. ഇങ്ങോട്ട്. നിങ്ങൾ ഭയങ്കര വൃത്തിയാണല്ലോ. ഇവിടെ ഒട്ടും വയ്യ. വരുന്നുണ്ടോ നോക്ക്. നോക്കണം. അങ്ങനെ മൊത്തം ചെയ്താൽ എനിക്ക് വേറെ കുറച്ച് പരിപാടി കൂടെ ചെയ്തു. പിന്നെ കൈവേന പോവും. അല്ല, വരുന്നുണ്ടോ? വന്നിട്ട് പോണോ? അച്ഛൻ വന്നേച്ചേ. വന്നിട്ടല്ലേ പോവാൻ പറ്റൂ. ചെയ്തോ. മക്കള് പറയണേ, കാര്യമായിട്ട് പറയണേ. പിന്നെന്ത്, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞു. അവന്റെ അവസ്ഥ പറയണേ. എന്തോ മൊത്തം പൊഴിഞ്ഞു വീഴുന്നുണ്ട്. ഇവിടെ
ഓസൊന്ന് വലിച്ചിട്ട്. ഓക്കെ ഓക്കെ. ഇത് പിടിച്ചോ, ഇത് പിടിച്ചോ. ഞാൻ തുറന്നിട്ട് വരാം. ഒന്ന് വെള്ളം നനച്ചേ. വെള്ളം വരുന്നുണ്ടോ? ഇല്ല. ആ എന്താന്നറിയില്ല, എന്റെ വീടായോണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും. ശരി. അയ്യോ, ആഹാ മഴ മഴ. അയ്യോ, ആ ശരി ശരി. അല്ല, ഇത് ഏതെങ്കിലും ഒന്ന് ചെയ്യാതെ. അങ്കിൾ, ഈ ചെടിച്ചട്ടി ഇതൊന്നും നമുക്ക് എടുത്ത് ഇപ്പുറത്തോട്ട് വെച്ചിട്ട് അവിടെയും കൂടെ ഒന്ന് തൂക്കാം. അയ്യോ അച്ഛല്ലേ? ആ മതി മതി. പേപ്പർ ഇതേ ഇവിടെ ചവറുണ്ട്. അങ്കിൾ ചൂലെവിടെ? മൊത്തം എന്നെ കൊണ്ട് തുപ്പിക്കാനുള്ള പരിപാടി. അയ്യങ്കിൾ, ഈ പഞ്ചായത്ത് മൊത്തം ഞാൻ കോർപ്പറേഷനിലെ പണിക്കാരനൊന്നും അല്ലല്ലോ നമുക്ക്. കുനിഞ്ഞ് കുനിഞ്ഞ്. അല്ല, ഇത് അവരിത്രയും സമയമായിട്ട് വന്നില്ല. വരും വരും. ആശുപത്രി പോയിട്ട് വരാൻ സമയം വേണ്ടേ? എന്നാലും ഇത് ഇത്രയും സമയമുണ്ട്. എവിടെ പോയി ഇത്രയും സമയം? ആശുപത്രിയില്. ആശുപത്രി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വന്നോളൂ. ഇത്രയും എന്തെല്ലാം ജോലി ചെയ്തു ഇവിടെ. അങ്കിളെ, അങ്കിള് പറഞ്ഞു വെച്ച് നോക്കുമ്പം അങ്കിളുടെ മോൾക്ക് എന്റെ അതേ പ്രായമാണ് അല്ലേ? അങ്കിളുടെ വൈഫ് കഷ്ടപ്പെട്ടിട്ടാണ് കുടുംബം നോക്കണേ. ആണോ? അങ്കിൾ ഇതുപോലെ കുടിച്ച് റോഡിൽ എവിടെയെങ്കിലും കിടന്ന് അങ്കിളിന് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ കുടുംബത്തിന് പിന്നെ ആരുണ്ട്? ആരുമില്ല. അങ്കിളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. അങ്കിൾ ഇന്നേ വരെ അങ്കിളുടെ മോളുടെയോ അങ്കിളുടെ വൈഫിന്റെയോ സന്തോഷം കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാ അങ്കിൾ ഇന്നൊന്ന് ആഗ്രഹിക്കണം. അങ്കിൾ ഈ മദ്യം എല്ലാം കൂടെ കുടിച്ചു കഴിയുമ്പോഴേക്കും ഒരു പ്രത്യേകതര സന്തോഷം കിട്ടും എന്നൊക്കെ ഞാൻ പറയാൻ കേട്ടിട്ടുണ്ട്. സത്യമാണോ? ആ സന്തോഷത്തിനെ കാട്ടിയും വലുതാണ് അങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷം. അറിയോ അത്? അറിയില്ലല്ലോ. ഞാൻ ഈ പറയുന്നത് തെറ്റാണെങ്കിൽ എന്റെ അച്ഛൻ വരുമ്പോഴേക്കും അങ്കിള് ചോദിക്കുന്ന കാശ് മൊത്തം ഞാൻ എന്റെ അച്ഛൻ്റെ ഓക്കെ? അയ്യോ ഇല്ലങ്ങളെ, ഒരു മിനിറ്റ്. ഇത് പിടിച്ചു. വേണ്ട അങ്കിൾ ഇത്രയും ജോലി ഇവിടെ ചെയ്തില്ലേ, അതിനുള്ള കൂലിയായിട്ട് കാണാതെ കണ്ടാ? അല്ല, അത് വേണ്ട. അങ്കിള് വെച്ചോ, അങ്കിള് മോള് തരണോന്ന് വിചാരിച്ചത്. വെച്ചോ. ശരി മോളെ, പോട്ടെ. മോളെ പിങ്കി, മക്കളെ കുടിയൻ വന്നിട്ടേ എന്ത് പറഞ്ഞു? അയാൾ വന്നിട്ട് അവിടെ കണ്ടല്ലോ. അതെ, അയാള് ഞങ്ങളടുത്തൊന്ന് സോറി ഒക്കെ പറഞ്ഞിട്ട് പോയി. ഇനി ഇങ്ങോട്ട് വരെയില്ലെന്ന് പറഞ്ഞു. അയാൾ എന്ത് പറഞ്ഞേ? നിന്നോട് വാതിലടിച്ചിടാൻ പറഞ്ഞല്ലേ ഞാൻ? പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. നീ അയാളെ തല്ലിയ? ഞാനോ? ഞാൻ തല്ലിയിട്ടൊന്നുമില്ല. അച്ഛാ ഇവിടെ ചില സമയത്തെ ശത്രുക്കൾ മിത്രങ്ങളാവും, കേട്ടിട്ടില്ലേ? ഞാൻ അയാളെ ചെറുതായിട്ടൊന്ന് ഉപദേശിച്ചു, അത്രേ ഉള്ളൂ. മിടുക്കി മോളെ. മുകിൽ ചന്ത് വന്നല്ലേ? അവ ഇത്ര പെട്ടെന്ന് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തോ? നല്ല നീറ്റായിട്ട് എടുക്കണല്ലേ? ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പണി. കൊള്ളാം, വൃത്തിയായി. അമ്മ, ജോലി ചെയ്യാനേ ദൂരെയുള്ള ബംഗാളിയെ കാട്ടി എന്തുകൊണ്ടും നല്ലത് നമ്മുടെ തൊട്ടടുത്ത് കിടക്കണ മലയാളിയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ മലയാളികൾക്ക് സ്വന്തം നാട്ടിൽ ജോലി ചെയ്യാൻ എന്തോ പോലെയാണ്.
അപ്പൊ നീ പറഞ്ഞു വന്നത് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തത് ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്